നമ്മൾ കഴിഞ്ഞ 10 വർഷം നമ്മളത് മിസ് ചെയ്തു. ഞാൻ ഓർക്കുന്നു, റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും കൂടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തു തീർക്കുമായിരുന്നുവെങ്കിൽ. അങ്ങനെ ഒരു കാര്യം തന്നെ ആലോചിക്കാൻ പറ്റുന്നില്ല എൻ്റെ സതീശൻ സാറേ. നമുക്ക് ഈ ഭരണം ഏൽപ്പിച്ച് കിട്ടുമ്പോൾ ആ പോർട്ടൊക്കെ സജ്ജമായി കയ്യിൽ ഇഷ്ടം പോലെ ഇങ്ങനെ പണം വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഓണക്കാലത്ത് നമ്മുടെ കയ്യിലൊക്കെ പണം എത്രയായിരിക്കും? നമ്മൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പിന്നാലെ പോയിട്ട് കുറച്ച് കടന്താ എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? പണം കൊണ്ട് 5 കളിയായേനെ. സത്യത്തിൽ ഈ പാര വെച്ചതുണ്ടല്ലോ, ആ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണമില്ലേ, വലിയ കൊടുംചതിയാണ് ഈ പിണറായി ഭരണം 10 വർഷം ചെയ്തു വെച്ചത്. അതെന്താണെന്നൊന്നും നമുക്കറിയണ്ടേ? വെൽക്കം ടു ഡിബേറ്റ് സ്പേസ് മലയാളം. ലെറ്റ്സ് ബിഗിൻ. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനും കൂട്ടരും ചെയ്തു വെച്ച ചതി എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ആ സങ്കടം ഒന്ന് കേട്ടിട്ട് വന്നാലെന്താ? അതൊന്ന് കേൾക്കാം. ഇന്ന് ഈ പോർട്ടിന്റെ കിട്ടുന്ന ഗുണത്തിന്റെ 100 ഇരട്ടിയായിരുന്നേനെ ഇപ്പോൾ ഇതിന്റെ കിട്ടുന്നതിന്റെ നേട്ടം. വൈകിപ്പോയി. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ സാറിന്റെ സങ്കടം. ഇന്ന് എന്തു ഗുണമാണോ ആ പോർട്ടിൽ നിന്ന് കിട്ടുന്നത്, അതിന്റെ 100 ഇരട്ടി ഇപ്പൊ കിട്ടിയേനേനെ, എൻ്റെ കൈ നിറച്ച് പണം ഉണ്ടായേനെ എന്ന സങ്കടമാണ് അദ്ദേഹം പറയുന്നത്. 10 വർഷം നഷ്ടപ്പെടുത്തി. അന്ന് 2016 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് ഒരു കല്ലിട്ട് പോയതാണ്. പിന്നെ ഈ 10 കൊല്ലം പിണറായി വിജയനും കൂട്ടരും ഒരു ചുക്കും ചെയ്തില്ല. ഏതെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് ഒരു കല്ലെങ്കിലും അതിൻ്റെ മുകളിൽ എടുത്തു വെച്ചിട്ട് പോകണ്ടേ? പിന്നെ 10 കൊല്ലം അങ്ങനെ നടന്നു. പിന്നെ ഇതാ ഇപ്പോൾ 2026 മെയ് 18 നമ്മുടെ സർക്കാർ വന്നേ പിന്നെ നടന്നതെല്ലാം ഒരു അത്ഭുതമായിരുന്നു. ഒരു മായാജാലം പോലെ അവിടെ ആ വിഴിഞ്ഞം പോർട്ടങ്ങുണ്ടായി, റോഡുകൾ വന്നു, അവിടേക്കുള്ള എല്ലാ സൗകര്യങ്ങളും വന്നു, കപ്പലുകൾ വന്നു. അങ്ങനെ ഇന്നലെ നമ്മൾ ആദ്യമായിട്ട് എന്തൊക്കെയുണ്ടെന്നറിയാം. ഇന്ന് പോകുന്നതിൽ ഇഡലിയും സാമ്പാറും ഉണ്ട്. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഇലയടയുണ്ട്, പഴംപൊരിയുണ്ട്. ഇതടക്കമുള്ള കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇന്ന് കയറ്റുമതി ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞങ്ങൾ ഗവൺമെൻറ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ, അതിനെല്ലാം ഞങ്ങൾ കേരള ബ്രാൻഡ് കൊടുക്കുകയാണ്. പരിശോധിച്ച് ഇത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണ്. ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? നമ്മുടെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞത്ത് നിന്ന് ആദ്യമായിട്ട് നമ്മളൊരു കയറ്റുമതി ഇന്നലെ ചെയ്തിരിക്കുന്നു. അതാണ് പഴംപൊരി, ഇഡ്ഡലി, സാമ്പാർ, ഇലയട. കേരളത്തിൻ്റെ പ്രത്യേകതയുള്ള ഇലയടയും ഇന്നലെ ഇവിടെ നിന്ന് നമ്മൾ കേരള ബ്രാൻഡ് ചെയ്ത് നമ്മൾ അയച്ചു കൊടുത്തു. ഇത് സംഭവിച്ചത് വെറും 90 ദിവസം കൊണ്ടാണ്. മെയ് 18 ഇത് തുടങ്ങി വെച്ചത്. ഇന്നലെ ഓഗസ്റ്റ് 18 അങ്ങനെ ആദ്യത്തെ കണ്ടെയ്നർ നമ്മൾ കയറ്റി അയച്ചു. കഴിഞ്ഞ 10 വർഷേ ഉമ്മൻചാണ്ടി സാറ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 2016 ഒരു കല്ലിട്ട് വെച്ച് ഈ 2026 ഓഗസ്റ്റ് 18 പിന്നെ ആ വിഴിഞ്ഞം പോർട്ടിനെ നമ്മൾ പതിയെ ഒരു മായാജാലം പോലെ, ഒരു മാജിക് പോലെ അങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാം കണക്ടിവിറ്റി, റോഡ്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതൊക്കെ ഈ കഴിഞ്ഞ 90 ദിവസം കൊണ്ട് ഉണ്ടാക്കിയത് നമ്മുടെ കേരളത്തിലെ ജനത അങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നു. ഓരോ സെക്കൻഡും അതിങ്ങനെ പൊങ്ങി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെയാണ് എന്നാൽ അത്ഭുതം പോലെ നമ്മൾ ആദ്യത്തെ കണ്ടെയ്നർ കയറ്റിവിട്ടത്. പിണറായി വിജയനാകട്ടെ ഈ കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചിരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അണുകിട ഈ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ചെയ്തു എന്ന് മാത്രമല്ല, അതിന് തുരങ്കം വെക്കാനായിട്ട്, ആ പദ്ധതിക്ക് എതിരെ നിൽക്കാനായിട്ട്, ആ പദ്ധതിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന കാഴ്ചകൾ കുറച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോഴാണ് നമ്മുടെ ഈ മഹത്വം നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ 90 ദിവസത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവുള്ളൂ. ആ കാഴ്ചകളൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യം വരും. നിർമ്മാണം നിർത്തിവെച്ച് തീരശോഷണം പഠിക്കണമെന്ന ആവശ്യത്തിൽ തീരുമാനമാകാത്തതിനാൽ വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികൾ സമരം 5ാം ദിവസവും തുടരുകയാണ്. 100 കണക്കിന് പ്രതിഷേധക്കാർ 2ാം ദിവസവും ബാരിക്കേഡ് മറികടന്ന് പദ്ധതി പ്രദേശത്ത് കയറി. ഗേറ്റ് ചാടിക്കടന്ന സമരക്കാർ പൂട്ടുപൊളിച്ച് അകത്തു കയറി. വിശദാംശങ്ങൾ സനകൻ വേണുഗോപാൽ നൽകും. സനകൻ, ഈ 5ാം ദിവസവും സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രതിഷേധം? പിണറായി വിജയൻ ചെയ്ത വേല. പിണറായി വിജയൻ കുറെ സമരക്കാരെ, മത്സ്യത്തൊഴിലാളികളെ ഈ പദ്ധതിക്കെതിരെ ഇറക്കി വിട്ടിരിക്കുന്നു. ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് ഇനിയും വിശ്വാസം വരുന്നില്ല? കണ്ടോളൂ. തുറമുഖത്തിന്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോയപ്പോൾ ഭരണ
ഭരണാധികാരികളോട് നമുക്കൊന്നേ പറയുവാനുള്ളൂ, നമ്മുടെ ജീവനുള്ളിടത്തോളം കാലം ഈ പോർട്ടിനെ ഇവിടെ നിന്ന് എന്നേക്കുമായിട്ട് നിർത്തലാക്കാതെ മത്സ്യത്തൊഴിലാളികൾ സമരത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കത്തില്ല. മുഖ്യമന്ത്രി യാഥാർത്ഥ്യങ്ങളൊന്നും തിരിച്ചറിയാതെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു തൊഴിലും ഉണ്ടാകാൻ പോകുന്നില്ല. 500-ൽ താഴെ ആൾക്കാർക്ക് മാത്രമേ, അത് തന്നെ ഈ കണ്ടെയ്നർ ഓപ്പറേറ്റേഴ്സിന് വേണ്ടി മാത്രം ലഭിക്കുന്ന ജോലിയാണ്. അതല്ലാതെ ആരെങ്കിലും ഇതിനകത്തൊക്കെ കൈക്കൂലി പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നിൽ ആ കൈക്കൂലി അദാനിക്ക് തിരിച്ചു കൊടുത്തിട്ട് പറയാം, മിണ്ടാതെ ഇവിടെ നിന്ന് തിരിച്ചു പോകുവാനായിട്ട്. പിണറായി വിജയൻ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളികളെയും പള്ളിയിലച്ചന്മാരെയും ഇറക്കി വിട്ടുകൊണ്ട് ഈ പദ്ധതി പൊളിക്കാൻ നടത്തിയ പരിപാടികൾ നിങ്ങൾ കണ്ടില്ലേ? ഇനിയുണ്ട്, കണ്ടോളൂ. ഈ അദാനി പോർട്ട് നിർമ്മിക്കുവാനായിട്ട് ഒരു കാരണവശാലും മത്സ്യത്തൊഴിലാളികൾ സമ്മതിക്കത്തില്ല. അതല്ലെങ്കിൽ ഞങ്ങൾ വരുന്ന 50,000 മത്സ്യത്തൊഴിലാളികളെ സമൂലമായിട്ട് സർക്കാർ നേതൃത്വം നൽകി നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ പോർട്ടിൽ ഇനി പണി നടക്കത്തുള്ളൂ. നമ്മുടെ സതീശൻ സാറ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ 10 വർഷം എങ്ങനെയാണ് നഷ്ടപ്പെടുത്തിയെന്ന്. എന്തുമാത്രം വികസന വിരോധമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് ഈ പള്ളിയിലച്ചന്മാരെയും മത്സ്യത്തൊഴിലാളികളെയും ഇറക്കി വിട്ടുകൊണ്ട് ഈ പദ്ധതി പൊളിക്കാൻ നടത്തുക. അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയെ. അത് നിങ്ങൾക്ക് ഇനിയും ബോധ്യപ്പെട്ടില്ലെങ്കിൽ ആ കാഴ്ച കണ്ടോളൂ. ആ സമരത്തിൽ ഞാൻ തന്നെ നേരിട്ട് പോയി സമരപ്പന്തലിൽ പോയി തന്നെ സംസാരിച്ച് എന്നെ ക്ഷണിച്ചിരുന്നു. ആ സമരപ്പന്തലിൽ പോയി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി UDF-ന്റെയും കോൺഗ്രസിന്റെയും. ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടി പിണറായി വിജയൻ ആൾമാറാട്ടം നടത്തിയതാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കണ്ടത് കാണിച്ചു എന്ന് മാത്രം. ഇനിയും കഴിഞ്ഞില്ല. ഈ സമരം ജയിപ്പിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങത്തുള്ളൂ. പിണറായി വിജയനെ തൂത്ത് തരിപ്പണമാക്കി കണ്ണൂരിലേക്ക് പറഞ്ഞേക്കേണ്ടി വന്നാലും ഞങ്ങൾ ജയിച്ചിട്ട് ഇറങ്ങത്തുള്ളൂ. നികൃഷ്ടജീവികളുടെ തലവന്റെ കീഴിലാണ് ഈ മന്ത്രിസഭ മുഴുവൻ ഇരിക്കുന്നത്. വാതുറന്നാൽ നികൃഷ്ടജീവി കടക്കൂപുറത്ത് എന്ന് പറയുന്ന ആ ചങ്കന്റെ ധൈര്യമൊന്നും ഈ ചങ്കന്മാരുടെ അടുത്ത് വേണ്ട. വാക്കുകൾ കേട്ടിട്ട് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ വാക്കുകളാണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അദ്ദേഹം ലോകയിട്ടൊരു പള്ളിയിലച്ഛനാണ്, ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദൂതനാണ്. അദ്ദേഹം എന്തായാലും ഈ നികൃഷ്ടജീവിയുടെ തലവനായ പിണറായി വിജയനെ കണ്ണൂർക്ക് അയച്ചിട്ടേ അടങ്ങുകയുള്ളൂ എന്ന് ശപഥം ചെയ്തു വന്നിരിക്കുകയാണ്. തീരുന്നില്ല കേട്ടോ ഈ പിണറായി വിജയൻ ചെയ്ത ക്രൂരതകൾ. ഈ വിഴിഞ്ഞം പദ്ധതിയെ ഇല്ലാതാക്കാൻ നോക്കിയ ഈ 10 വർഷത്തെ കഥകൾ തുടരുകയാണ്. കുറച്ച് ഭാഗങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. തുറമുഖത്തിന്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോയപ്പോൾ, ഒരു പ്രദേശം മുഴുവൻ കടൽ ഭിത്തി കെട്ടിയപ്പോൾ, സ്വാഭാവികമായും ഭിത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ, ഭിത്തിയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകേണ്ട കടലാക്രമണം കൂടി ബാക്കിയുള്ള തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ മുഴുവൻ അപകടത്തിലാണ്. ഞാൻ കരുതുന്നത് ശക്തികുളങ്ങര വരെ ഇതിന്റെ അപകടം നിൽക്കും. 2 കടപ്പുറങ്ങളിൽ പോയി. അതിലേറ്റവും എല്ലാ സ്ഥലത്തും സങ്കടങ്ങളാണ്. അതിലേറ്റവും പരിതാപകരമായ സ്ഥിതിയാണ് തിരുവനന്തപുരം ജില്ലയുടെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, മുതലപ്പൊടി ഉൾപ്പെടെയുള്ള ഹാർബർ പോലുള്ള പ്രശ്നങ്ങൾ. 60 പേരാണ് മുതലപ്പൊടിയിൽ മരിച്ചത്. കാഴ്ചകളിലൊക്കെ നമ്മൾ കാണുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രി സതീശൻ സാറ് അന്ന് സംസാരിക്കുന്നതാണ്. അന്ന് പാവം ആ വിഴിഞ്ഞം പോർട്ട് വരാൻ പെടുന്ന പാട് കണ്ടില്ലേ, കഷ്ടപ്പാടൊക്കെ കണ്ടില്ലേ? എന്ത് ആവേശത്തിലാണ് ആ വിഴിഞ്ഞം പോർട്ട് വരാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് എന്ന് നോക്കൂ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. പിണറായി വിജയൻ മറ്റു പലരെയും ഇതിനെതിരെ പറഞ്ഞു വിട്ട ചിലരുടെ വാക്കുകൾ കേട്ടാൽ കൂടിയാണ് നമുക്കിത് എന്തുമാത്രം ക്രൂരതയാണെന്ന് അറിയാൻ പറ്റും. നമുക്ക് കേട്ടു നോക്കാം. നമുക്കൊന്നേ പറയുവാനുള്ളൂ, നമ്മുടെ ജീവനുള്ളിടത്തോളം കാലം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരെ സമരം കടുപ്പിച്ച് ലത്തീൻ അതിരൂപത. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ നിരാഹാര സമരം തുടരുമെന്ന് സമരക്കാർ പറഞ്ഞു. സ്ത്രീകൾ അടക്കമുള്ള സമരക്കാർ തുറമുഖത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക. ഓരോ മനുഷ്യനും അവൻ ജനിച്ച സ്ഥലത്ത് ജീവിക്കുവാനായിട്ട്, അവൻ ഇഷ്ടമുള്ള തൊഴിലിൽ ഏർപ്പെടുവാനായിട്ട്, അവൻ ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കുവാനായിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് ഈ രാജ്യത്തിന്റെ സമരമുഖത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞു വെച്ച അവസാന വാക്ക് ശ്രദ്ധിച്ചു കാണും. എന്തായാലും കഴിഞ്ഞ 10 വർഷം ഈ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ പിണറായി വിജയനും കൂട്ടരും ചെയ്തു വെച്ച ഒരു സമര പരമ്പരകളുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം അവിടെ ഒന്നും നടക്കാതെ പോയത്. അങ്ങനെ നടക്കാതെ പോയതിൻ്റെ വിഷമമാണ് നമ്മൾ ഈ 90 ദിവസം കൊണ്ട് മായാജാലം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടുന്ന് ആദ്യത്തെ കണ്ടെയ്നർ ഇവിടുന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഇവിടുന്ന് കയറ്റി അയച്ചത്. ഇഡ്ലിയും സാമ്പാറും പഴംപൊരിയും ഇലയടയുമായി ഇന്നത്തെ ആദ്യത്തെ കണ്ടെയ്നർ ഇവിടുന്ന് അങ്ങനെ കേരള ബ്രാൻഡോടുകൂടി ഇന്നലെ കപ്പൽ കയറിയിരിക്കുകയാണ്. നമ്മളെല്ലാം ആനന്ദത്തിൽ ആറാടണം ഈ ഓണക്കാലത്ത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഒരു അശ്രീരി പോലെ ഒരു ശബ്ദം നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അതെന്താണെന്നും കൂടെ ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. നാഷണൽ ഹൈവേക്ക് സംഭവിച്ചിരുന്നത് എന്താണോ ഗെയിൽ പൈപ്പ് ലൈനിൽ സംഭവിച്ചിരുന്നത് അത് തന്നെ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ സംഭവിക്കും. അതിന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ലക്ഷത്തിൽ വന്നാലും അത് സമ്മതിക്കാനാവില്ല എന്നത് മനസ്സിലായിക്കോളും. ഈ അശ്രീരി നമ്മൾ കേട്ടു. ഇതാര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്നുള്ളതൊക്കെ നമ്മുടെ മലയാളികൾ, പ്രബുദ്ധരായ മലയാളികൾ മനസ്സിലാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.